മുളക്കുളം വടക്കേക്കര തിരുവിശാംകുളം മഹാദേവ ക്ഷേത്രത്തിലെ 6 ദിവസത്തെ തിരുവാതിര മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റുമന ദിനേശൻ നമ്പൂതിരി, മേൽശാന്തി പൂത്തോട്ട ലാലൻ, സുധീഷ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു. പാലച്ചുവട് മുളക്കുളം വടക്കേക്കര തിരുവിശാംകുളം മഹാദേവ ക്ഷേത്രത്തിലെ 6 ദിവസത്തെ തിരുവാതിര മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റുമന ദിനേശൻ നമ്പൂതിരി, മേൽശാന്തി പൂത്തോട്ട ലാലൻ, സുധീഷ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി ചെയർമാൻ അജയ് പുത്തൻപുര, ജനറൽ സെക്രട്ടറി PC വിനോദ് തുടങ്ങിയവരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ നിത്യധ്വജം സ്ഥാപിക്കുന്നതിനുള്ള പണികൾ നടക്കുന്നതിനാൽ തിരുവാതിര ഉത്സവം താന്ത്രിക ചടങ്ങുകൾ മാത്രമായാണ് നടന്നത്. കൊടിമരസ്ഥാനത്ത് ആചാരവിധി പ്രകാരം തേക്കിന്റെ ധ്വജസ്തംഭം സ്ഥാപിച്ച് ചെമ്പിന്റെ പറകൾ ഇറക്കി കഴിഞ്ഞു. മാർച്ച് 20-നാണ് ധ്വജപ്രതിഷ്ഠ നടക്കുക. ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉത്സവമടക്കം 12 ദിവസത്തെ വിവിധ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. അതിനാലാണ് തിരുവാതിര ഉത്സവം ആർഭാടരഹിതമായി നടത്തുന്നതെന്ന് ക്ഷേത്രസമിതി ഭാരവാഹികളായ അജയ് പുത്തൻപുരയിൽ, PC വിനോദ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. അതല്ലേ, സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.